ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല ഈ വിഷയം എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച ഒരു കാര്യം മാത്രമാണ്. ഇതിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, രണ്ട് പേർ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെടുകയും അതിനുശേഷം പരാതി നൽകുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ്. അതിനേക്കാൾ ഇവിടെ അതിജീവിതകൾ നേരിടുന്ന പ്രശ്നം അവർക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവം നശിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയി എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ ആദ്യം പരാതി നൽകിയ പെൺകുട്ടി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു അമ്മ അവൾ ഒത്തിരി സ്വപ്നം കണ്ട് ആ പിഞ്ചോമനയുടെ മുഖം കാണാൻ കൊതിച്ചു നിന്ന ഒരു അമ്മയുടെ വേദന, രോദനം, കരച്ചിലാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ഇനിയും പൊതുസമൂഹം രാഷ്ട്രീയ പ്രേരിതമായി കാണരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പെൺകുട്ടികൾക്കൊപ്പം, നിങ്ങൾക്കൊപ്പമാണ് ഈ കേരളത്തിന്റെ മനസാക്ഷി, ഞങ്ങളെല്ലാവരും എന്നാണ് പറയാനുള്ളത്. ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, ഇത് 1, 2, 3 കേസുകളല്ല. ഇനിയും അതിജീവിതകളുണ്ട്. ആ അതിജീവിതകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. നിങ്ങൾ ഇനിയും മറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ്.